ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् च गणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूप्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधा मदन मोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 8-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഞാൻ റിസൈറ്റ് ചെയ്യുന്നു. എല്ലാവരും മ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേചിദാഹൂരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യാൻവവായേ മലയസ്യേവ ചന്ദനം. കേചിദാഹൂരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യാൻവവായേ മലയസ്യേവ ചന്ദനം. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? हरे कृष्ण। ओम नमो भगवते वासुदेवाय। केचिदाहूरजं जातं पुण्यश्लोकस्य कीर्तये यदो प्रियस्यान्ववाये मलयस्येव चन्दनं. विवर्तन भावार्थम by His Divine Grace Abhay Charanarvinda Bhakti Vedanta Swami Srila Prabhupada की जय. അർജുനായ അങ്ങ് ജാതനായത് ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറെ ചിലരാകട്ടെ അങ്ങയുടെ പ്രിയതമരായ ഭക്തരിൽ ഒരുവനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കാനുമായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു. മലയാദ്രികളിൽ ചന്ദന വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ആവിർഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അപ്പൊ ഇത് ഇനി 32, 33, 34 ഈ ശ്ലോകങ്ങളില് കുന്തി മഹാറാണി എന്താണ് പറയുന്നത്, ഭഗവാൻ എന്തിനാണ് അവതരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ്. ഓരോരുത്തരുടെ അഭിപ്രായം ആണ് ഇത്. കുന്തി മഹാറാണിയുടെ അഭിപ്രായമല്ല, ഓരോരുത്തരുടെ അഭിപ്രായം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്തിനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്, ഈ ഭൗതിക ലോകത്ത് എന്തിനു അവതരിച്ചു, ഓരോരുത്തർ പറയുന്നു എന്നുള്ള അഭിപ്രായം. ഈ അഭിപ്രായങ്ങളെല്ലാം ശരിയാണ്, എങ്കിലും കൂടി പ്രധാനപ്പെട്ട അഭിപ്രായം
എന്താണെന്ന് നമ്മുടെ 35-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാവും. ഇതെല്ലാം ഗൗണമായിട്ടുള്ള കാരണങ്ങളാണ്. ഭഗവാൻ അവതരിക്കാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യോഗി. അപ്പോൾ ഇതെല്ലാം കുറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺസ് ആണ്, ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ. പക്ഷേ വളരെ ആന്തരികമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. ചൈതന്യ മഹാപ്രഭുവും തന്നെ അവതരിച്ച ബാഹ്യമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു, അതേപോലെ ആന്തരികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതെല്ലാം എക്സ്റ്റേണൽ റീസൺസ് ആണ്. ഇവിടെ പറയുന്നതും എക്സ്റ്റേണൽ റീസൺസ് ആണ് കുന്തി ദേവി പറയുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട, അതായത് എക്സ്റ്റേണൽ റീസൺ അല്ലെങ്കിൽ സെക്കൻഡറി റീസൺ എന്ന് പറയുന്നത് ഗൗണ കാരണങ്ങൾ. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അത് മുഖ്യ കാരണങ്ങൾ. അപ്പൊ ഈ 32, 33, 34 ശ്ലോകങ്ങളിലെ ഓരോരുത്തരുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. നമ്മളിപ്പോ ചിലപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോകണം. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഗ്രോസറി മേടിക്കാനൊക്കെ പോകും. ആ ഗ്രോസറിക്ക് മേടിച്ച് വരുന്ന സമയത്ത് ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വല്ല ഫ്രണ്ട്സും കാണുമ്പോൾ നിങ്ങൾ ജ്യൂസ് കുടിക്കാനാണോ വന്നത്? അപ്പൊ എന്താണ് പറയാ, നമ്മൾ വന്നത് ഗ്രോസറി മേടിക്കാനാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ ജ്യൂസും കൂടി കുടിച്ചു. അതേപോലെ ഭഗവാൻ വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങള് എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്നത് എന്തിനാണ്? അരിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. നെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, അരി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വൈക്കോല് കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്? അല്ല. അപ്പൊ നെൽകൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശം അരി കിട്ടുക, നെല്ല് കിട്ടാൻ. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് വൈക്കോലും കൂടി കിട്ടുന്നു. അപ്പൊ അതേപോലെ ഭഗവാൻ ഇവിടെ പ്രധാനപ്പെട്ട കാര്യത്തിന് എന്താണ് വന്നത്, അതിന് കൂടെ ഒരുപാട് വേറെ കാര്യങ്ങളും സൈഡ് ബൈ സൈഡായിട്ട് ചെയ്യുന്നു. എത്രയേ ഉള്ളൂ. അപ്പോൾ ഗൗണ കാരണങ്ങൾ, മുഖ്യ കാരണങ്ങൾ. ഗൗണം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി. ഇപ്പൊ നമ്മുടെ ക്രിയേഷൻ, സൃഷ്ടിയിലും നമ്മൾക്ക് എന്താണ് പ്രൈമറി ക്രിയേഷൻ, സെക്കൻഡറി ക്രിയേഷൻ അല്ലേ. പ്രൈമറി ക്രിയേഷൻ ആര് ചെയ്യുന്നു? മഹാവിഷ്ണു ചെയ്യുന്നു. സെക്കൻഡറി ക്രിയേഷൻ ആര് ചെയ്യുന്നു? ബ്രഹ്മാവ് ചെയ്യുന്നു. അതേപോലെ ഗൗണനാമം, അതായത് സെക്കൻഡറി നെയിംസ്. ഭഗവാന് സെക്കൻഡറി നെയിംസ് ഉണ്ട്. സർവവ്യാപി, ആത്മാറാം, പരമാത്മാ. പിന്നെ മുഖ്യനാം ഗോപിജന വല്ലഭ, കേശവ, മുകുന്ദ, ഗോപിനാഥ്, അങ്ങനെ ഒരുപാട്. അതേപോലെ ഇവിടെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് 35-ാമത്തെ ശ്ലോകത്തില് ഇവിടെ കുന്തി ദേവി പറയുന്നുണ്ട്. അപ്പൊ ഈ 32, 33, 34 എന്നുള്ളത് 6 കാരണങ്ങളാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ അവതരിക്കുന്നതിന്റെ ഗൗണമായിട്ടുള്ള കാരണങ്ങൾ 6 കാരണങ്ങളാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൽ നമുക്കത് മനസ്സിലാക്കാം. എന്താണ്? കേചിത് ആഹുർ അജം ജാതം. കേചിത് പറഞ്ഞാൽ സമ്മൺ, ചില ആൾക്കാര്. ആഹുർ പറഞ്ഞ സേസ് പറയുന്നു, ചില ആൾക്കാർ പറയുന്നു. അജം, അജം എന്ന് പറഞ്ഞാൽ എന്താ? അജന്മ, ജനിക്കാത്തവൻ അല്ലെ. ഭഗവാൻ ഭഗവത്ഗീതയില്, അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം. അജൻ പറഞ്ഞാൽ ജന്മമെടുക്കാത്തവൻ. ആ ജന്മമെടുക്കാത്ത ആളും ജനിക്കുന്നു. അപ്പൊ ജന്മമെടുക്കാത്ത ആൾക്കാർ എങ്ങനെ ജനിക്കുന്നത്? അപ്പൊ അതിന്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളെല്ലാം ജന്മമെടുക്കുന്നത് നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്താണ്. പക്ഷെ ഭഗവാൻ ജന്മമെടുക്കുന്നത് അങ്ങനെയാണോ? കർമാനുസൃതമായിട്ടല്ല ഭഗവാൻ ഇവിടെ ജനിക്കുന്നത്. ഭഗവാൻ ജനിക്കുന്നത് സ്വ ഇച്ഛയാൽ. ഭഗവാൻ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഏത് യോനിയിലും ജന്മമെടുക്കും. അത് ഭഗവാന്റെ ഇഷ്ടമാണ്. ഭഗവാൻ ഈ പ്രകൃതിയിലെ നിയമങ്ങൾക്ക് അധീനത്തിൽ വരുന്നില്ല. നമ്മൾ പ്രകൃതി നിയമത്തിന് അധീനമായി വരുന്നു. നമ്മൾ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിന്റെ അനുസൃതമായിട്ട് നമ്മളിവിടെ ജനിക്കുന്നു. പക്ഷെ ഭഗവാൻ അതല്ല. അതുകൊണ്ടാണ് ഭഗവാനെ അജം എന്ന് പറയുന്നത്. എന്നാലും ജനിക്കുന്നു. പക്ഷെ എന്തിനാണ് ജനിക്കുന്നത്? അപ്പൊ ഈ അജം എന്നുള്ള ആ ഭഗവാൻ ഭഗവത്ഗീതയിലും 4:6 ഒരു ശ്ലോകമുണ്ട്. അജോപ്യസൻ അവ്യയാത്മ ഭൂതാനാം ഈശ്വരോപ്യസൻ
പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അതായത് അജോപ്യസൻ, അദ്ദേഹം അജന്മമാണ്, ജനിക്കുന്നില്ല. എങ്കിലും കൂടി എന്താണ് കാരണം? അദ്ദേഹം നമ്മുടെ കർമ്മം അനുസരിച്ച് ജനിക്കുന്ന പോലെ ജനിക്കുന്ന ആളല്ല, വ്യക്തിയല്ല. അവ്യയാത്മ, അവ്യയാത്മ പറഞ്ഞാൽ അതായത് ഒരിക്കലും ഒരു തരത്തിലും ക്ഷീണിക്കാത്തത്, നശിക്കാത്തത് ആത്മ. ആത്മ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ആത്മ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും തൻ്റെ ആത്മാവോ തൻ്റെ ശരീരമോ തൻ്റെ മനസ്സോ തൻ്റെ ബുദ്ധിയോ തൻ്റെ സങ്കല്പങ്ങളോ ഒന്നും നശിക്കുന്നില്ല, അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആത്മാ എന്ന് പറഞ്ഞാൽ ആ സോള്, അല്ലെ, അത് നശിക്കുന്നില്ല, ബാക്കിയെല്ലാം നശിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം നശിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ് നശിക്കുന്നുണ്ട്, ബുദ്ധി നശിക്കുന്നുണ്ട്, നമ്മുടെ സങ്കല്പങ്ങളെല്ലാം നശിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം അവ്യയാത്മ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒന്നും നശിക്കുന്നില്ല, ഒന്നും ക്ഷീണിക്കുന്നില്ല. ഭൂതാനാം ഈശ്വരോപീസൻ, അതായത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും പരമേശ്വരനാകുന്നു. ആൻഡ് ഹി നെവർ ഡിറ്റീറിയറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കുന്നില്ല. ഞാൻ ഇവിടെ ഓരോ യുഗങ്ങളിലും എപ്പോഴെല്ലാം ധർമ്മച്യുതി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഇവിടെ അവതരിക്കുന്നു, എൻ്റെ സ്വന്തം ദിവ്യ രൂപത്തില്, ദിവ്യദേഹത്തില്, ഓക്കെ, ട്രാൻസെൻഡന്റൽ ഫോമില് ഞാൻ ഇവിടെ അവതരിക്കുന്നു. എങ്ങനെ അവതരിക്കുന്നു? എൻ്റെ സ്വന്തം ശക്തി കൊണ്ട്, അതായത് അന്തരാംഗ ശക്തി കൊണ്ട് ഞാൻ ഇവിടെ അവതരിക്കുന്നു. എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ ഇച്ഛപ്രകാരം, ഞാൻ വിചാരിക്കുന്ന രൂപത്തിലെ, ഭാവത്തിലെ യോനി. അപ്പൊ ഭഗവാൻ നമുക്കറിയാം മത്സ്യമായിട്ട് വന്നിട്ടുണ്ട്, കൂർമ്മമായിട്ട് വന്നിട്ടുണ്ട്, വരാഹമായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് യോനികളിലും ഭഗവാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭഗവത്വത്തിന്റെ ആ പൊസിഷനിൽ നിന്ന് താഴെ വരുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. ഒരു മൃഗത്തിന്റെ ശരീരത്തിലാണെങ്കിൽ നമ്മൾ മൃഗമാണ്, മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ നമ്മൾ മനുഷ്യനാണ്. പക്ഷെ ഭഗവാൻ ഏത് യോനിയിൽ ജനിച്ചാലും ശരി, ഭഗവാൻ എപ്പോഴും ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ അജന്മമായിട്ടുള്ള ആ ഭഗവാൻ ജനിക്കുന്നു. എന്താണ് കാരണം? പുണ്യ ശ്ലോകസ്യ കീർത്തയെ. പുണ്യ ശ്ലോകസ്യ കീർത്തി. എന്താണ് പുണ്യ ശ്ലോകസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ പയസ് കിങ്സ്, അതായത് ധർമ്മം ആചരിക്കുന്ന രാജാക്കന്മാരെ, അവരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പുണ്യ ശ്ലോകസ്യ എന്ന് പറഞ്ഞാൽ ധർമാത്മാക്കളെ, പയസ് കിങ്സ്, ധർമ്മം അനുസരിക്കുന്ന രാജാക്കന്മാരെ, ശുദ്ധ ഭക്തന്മാരെ, അവരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. ഓക്കെ, അപ്പോ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം, അതായത് ഭഗവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് കൂടുതൽ കീർത്തി കിട്ടട്ടെ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഭഗവാൻ അർജുനന്റെ സാരഥിയായി, അല്ലെ? അപ്പോ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ വന്നു. അത്രയും ഈ പ്രപഞ്ചത്തിലെ, അതായത് ആധ്യാത്മിക ലോകത്തിലെയും ഭൗതിക ലോകത്തിലെയും എല്ലാറ്റിൻ്റെയും കാരണക്കാരനായ സർവകാരണം ബ്രഹ്മാവ് പറയുന്നുണ്ട് ബ്രഹ്മസംഹിതയിൽ. ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാറ്റിൻ്റെയും കാരണക്കാരനായിട്ടുള്ള സുപ്രീം കൺട്രോളർ ആയിട്ടുള്ള പരമേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ഭക്തന്റെ എന്തായി? സാരഥിയായി. എന്തിനു വേണ്ടിയിട്ട്? ആ ഭക്തന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ നമുക്കൊരു ചൈതന്യ ചരിതാമൃതത്തില് മാധവേന്ദ്രപുരി പറഞ്ഞിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയോ മാധവേന്ദ്രപുരി ആരാണ് എന്ന്? ആരാണ് മാധവേന്ദ്രപുരി? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു. ചൈതന്യ മഹാപ്രഭുവിന്റെ പരം ഗുരു, അല്ലെ? ചൈതന്യ മഹാപ്രഭുവിന്റെ പരം ഗുരുവാണ് മാധവേന്ദ്രപുരി. ആ മാധവേന്ദ്രപുരിയുടെ ഡേറ്റിയാണ്, അർച്ചവിഗ്രഹമാണ് ഗോപാൽജി. ആ ഗോപാൽജി മാധവേന്ദ്രപുരിയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു, എനിക്ക് ചന്ദൻ വേണം, ചന്ദൻ എൻ്റെ ദേഹത്ത് അപ്ലൈ ചെയ്യണം, അതുകൊണ്ട് ചന്ദൻ മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ മാധവേന്ദ്രപുരി എവിടെ പോയി? പുരിയിൽ ചന്ദനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക്, ഒറീസയിലാണത്, പോകുന്ന വഴിക്ക് രമുന പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ ഗോപിനാഥ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രസാദം
വളരെ ഫേമസ് ആണ്. ഖീർ പായസം വളരെ ഫേമസ് ആണ്. അപ്പോൾ പൂജാരി പായസം കൊണ്ടുപോയിട്ട് ഭഗവാനെ അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് മാധവേന്ദ്രപുരിക്ക് മനസ്സിലൊരു ആഗ്രഹം, എനിക്ക് ഇതൊന്ന് രുചിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഗോപാൽജിക്കും എനിക്ക് ഇതേപോലെ പ്രസാദം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ആഗ്രഹം, ഒരു തോന്നല് തോന്നി. അതായത് ആ സമയത്ത് പ്രസാദമായിട്ടില്ല, അത് ഭോഗം മാത്രമാണ്. ഭോഗം അർപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഭോഗം അർപ്പിക്കാൻ സമർപ്പണം ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ ഉടനെ തന്നെ എന്തായി, ഉടനെ തന്നെ മാധവേന്ദ്രപുരിക്ക് തോന്നി, ഞാൻ എത്ര പാപമാണ് ചെയ്യുന്നത്, ഭഗവാന് ഭോഗം അർപ്പിക്കുന്നതിന് മുമ്പേ എനിക്ക് ആസ്വദിക്കാനുള്ള ആഗ്രഹം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വയം അപലപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉടനെ അവിടുന്ന് പോയി മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ഇരിക്കുകയാണ് ഭഗവാന്റെ നാമം ജപിച്ചിട്ട്. പക്ഷേ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അല്ലേ? ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു, ഈ പായസം ഓഫർ ചെയ്ത് അതിലത്തെ ഒരു ബോള്, ഓക്കെ, ഒരു കട്ടോരി ഭഗവാൻ എടുത്തിട്ട് ആ കർട്ടന്റെ പിന്നില് ഒളിച്ചു വെച്ചു. പൂജാരി എൻ്റെ ഓഫറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പ്രസാദം കൊണ്ടുപോയി. പൂജാരിക്ക് അന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞു, അതായത് ഗോപിനാഥ് വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബോൾ പായസം ഞാൻ കർട്ടന്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്, ഇത് മാധവേന്ദ്രപുരി പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഭക്തൻ അവിടെ മാർക്കറ്റിലുണ്ട്, അദ്ദേഹത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് കൊടുക്കണം, ഞാൻ മോഷ്ടിച്ച് വെച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ പൂജാരി പെട്ടെന്ന് കടഞ്ഞ് എഴുന്നേറ്റു. അപ്പോഴേക്കും രാവിലെ ആയിരുന്നു. അദ്ദേഹം ഉടനെ മാർക്കറ്റ് പോയിട്ട് അന്വേഷിച്ചു, ആരാണ് മാധവേന്ദ്രപുരി, ആരാണ് മാധവേന്ദ്രപുരി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് ഗോപിനാഥ് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് പായസം മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ഇത് വന്ന് മേടിച്ചാലും പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നി. ആ പായസം അദ്ദേഹം മേടിച്ചു, രുചിച്ചു. അപ്പോഴേക്കും ഈ ന്യൂസ്, അതായത് ഭഗവാൻ ഗോപിനാഥ് മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു എന്ന് ആ മാർക്കറ്റിൽ അവിടെ എല്ലാ സ്ഥലത്തും പറഞ്ഞു. അപ്പോൾ തൻ്റെ കീർത്തി എനിക്ക് ആവശ്യമില്ല, അപ്പൊ ഉടനെ അവിടുന്ന് സ്ഥലം വിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടുന്ന്, അല്ലെങ്കിൽ ഓരോരുത്തരും വന്നിട്ട് അദ്ദേഹത്തിനെ പുകഴ്ത്താൻ തുടങ്ങും. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അതായത് കീർത്തി, ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ കീർത്തി ചെയ്യുന്നു, ഭക്തന്മാര് ഭഗവാനെ കീർത്തി ചെയ്യുന്നു, അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ്. ഉടനെ അവിടുന്ന് പോയി, എവിടേക്ക്, പുരിയിലേക്ക് പോയി. അദ്ദേഹം, അതായത് അന്ന് എന്താണ്, നടന്നിട്ട് പോകണം, അന്ന് വാഹനങ്ങളൊന്നുമില്ല. പുരിയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെയും കൂടി ഈ മെസ്സേജ് കിട്ടിയിരുന്നു. അന്ന് ഫോണില്ല, വാട്സാപ്പ് ഇല്ല, വേറെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാർക്കും ഈ മെസ്സേജ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് പ്രസാദം, അതായത് ഖീറ് മോഷ്ടിച്ചു കൊടുത്തു എന്നുള്ളത്. അപ്പൊ അത്രയും പെട്ടെന്ന് ഈ വാർത്ത എല്ലാ ദിക്കിലും വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ കീർത്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അപ്പൊ ഭഗവാൻ ഇവിടെ അവതരിച്ചത്, ചില ആൾക്കാർ പറയുന്നു ഭക്തന്മാരുടെ കീർത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്, പുണ്യശ്ലോകസ്യ കീർത്തയെ. ഇവിടെ പുണ്യശ്ലോകസ്യ പറഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജാവിനാണ് ഉദ്ദേശിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് വളരെ പയസ് കിങ് ആണ്, നല്ലൊരു ശുദ്ധ ഭക്തനാണ്, ഓക്കെ, നല്ല ധർമ്മം പാലിക്കുന്ന ഒരു ഭക്തനാണ്. രാമരാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, രാമരാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ധർമ്മത്തോടു കൂടി ആണ് രാമരാജ്യം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ രാമന്റെ രാജ്യത്തിന് ശേഷം ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്തിന് വളരെ കീർത്തിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് പുണ്യശ്ലോകസ്യ കീർത്തയെ. ഓ, അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീല ചെയ്യുന്നുണ്ട്. അതായത് ഹരിദാസ് ഠാക്കൂർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഹരിനാമത്തിന് അത്രയും രുചിയുള്ള ഒരു ആത്മാവായിരുന്നു. എപ്പോഴും ഹരിനാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം എപ്പോഴും ഉരുവിട്ടിരുന്നു. അതായത് 22 മണിക്കൂറും മന്ത്രം ജപിക്കുമായിരുന്നു. അതായത് 192 റൗണ്ട് അല്ലെ, അത്രയും മന്ത്രം ദിവസേന ജപിക്കുന്ന. അതുകൊണ്ട് ആ ഹരിദാസ് ഠാക്കൂറിന് നാമാചാര്യ എന്നുള്ള ഒരു പദവിയും കൂടി കിട്ടിയിരുന്നു, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. ഇതറിഞ്ഞ മുസ്ലിം രാജാവിന് വളരെ ദേഷ്യം. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും ഇദ്ദേഹം ഹിന്ദുക്കളുടെ ആചാരം അത് അനുഷ്ഠിക്കുന്നു എന്നുള്ള ദേഷ്യം കൊണ്ട് ഇദ്ദേഹത്തിനെ 22 മാർക്കറ്റ് പ്ലേസിൽ അടിക്കാനുള്ള ഉത്തരവിട്ടു.
അപ്പൊ അതിനുള്ള ആൾക്കാർ വന്നു. അദ്ദേഹത്തിനെ ഓരോ മാർക്കറ്റ് പ്ലേസിലും പോയിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കാൻ തുടങ്ങി. അദ്ദേഹം അപ്പോഴും നാമജപം വിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ 22 മാർക്കറ്റ് പ്ലേസിലും അടിച്ചിട്ടും അദ്ദേഹത്തിന് അവരോട് ദയവ തോന്നി, അവരെ രക്ഷിക്കണേ, ഇവരെ ശിക്ഷിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു തൻ്റെ സ്വന്തം മുതു കാണിച്ചു കൊടുത്തു. ഹരിദാസ്, ഈ മാർക്കറ്റ് പ്ലേസില് തനിക്ക് ചാട്ടവാറ് കൊണ്ട് അടിച്ച അടി മുഴുവനും ഞാനാണ് ഏറ്റുവാങ്ങിയത്. അതായത് ഹരിദാസ് ഠാക്കൂറിന്റെ കൊടുത്ത അടി മുഴുവനെ ചൈതന്യ മഹാപ്രഭുവാണ് ഏറ്റുവാങ്ങിയത്. ആർക്ക് വേണ്ടിയിട്ട്? ഹരിദാസ് ഠാക്കൂർ എന്നുള്ള ശുദ്ധഭക്തന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെയും ഹരിദാസ് ഠാക്കൂറിന്റെ കീർത്തിക്ക് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോ ഭഗവാൻ അവതരിക്കുന്നു തൻ്റെ ഭക്തന്മാരുടെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും പറയുന്നുണ്ട്. ചിലർ പറയുന്നു എന്നാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്. പിന്നെ പറയുന്നു യദോ പ്രിയസ്യാൻ വവായേ, അതായത് യദു രാജാവിന്റെ കീർത്തിക്ക് വേണ്ടിയിട്ടും യദു രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും. നമുക്കറിയാം യദു കുടുംബത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. യദു ആരുടെ മകനായിരുന്നു? യദു ആരുടെ മകനായിരുന്നു? അറിയില്ല. യയാതി എന്നുള്ള രാജാവ്, അദ്ദേഹം യയാതിക്ക് 5 മക്കളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ യയാതിക്ക് ഒരു ശാപം കിട്ടി ശുക്രാചാര്യൻ്റെ. ആ ശാപം അതായത് തൻ്റെ യവനാവസ്ഥ നശിച്ച് വൃദ്ധാവസ്ഥയിലേക്ക് പോകും. പക്ഷെ അദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പോൾ തൻ്റെ മക്കളോട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, തൻ്റെ വൃദ്ധാവസ്ഥ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അവരുടെ യവനാവസ്ഥയിലേക്ക്. അപ്പൊ ആരും സമ്മതിച്ചില്ല. ആദ്യം യദുവാണ് മൂത്ത മകൻ. യദുവിനോട് ചോദിച്ചു. യദു പറഞ്ഞു എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ യദു മഹാരാജനും അറിയാമായിരുന്നു തൻ്റെ കുടുംബത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ യവനാവസ്ഥ അച്ഛന് കൊടുത്താൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് എങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വിസമ്മതിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് യദുവിന് ഒരു ശാപം കൊടുത്തു. യയാതി മഹാരാജ് തൻ്റെ കുടുംബങ്ങളിലെ രാജാക്കന്മാരും ഇല്ലാതെ പോട്ടെ. പിന്നെ ആരാണ് സംഭവിച്ചത്? പുരു. ആ പുരു വംശത്തിലാണ് കൗരവരെല്ലാം വന്നിരിക്കുന്നത്. അപ്പോ യദുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും യദുവിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ച് എന്നൊരു വാദം കൂടി എന്ന് ചില ആൾക്കാർ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? യദുവംശത്തിലെ ആ ഭഗവാൻ എങ്ങനെ ജനിച്ചുവോ, അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം, ഒരു കമ്പാരിസൺ കൊടുക്കുന്നത് എങ്ങനെ മലയപർവ്വതത്തിലെ സാൻഡൽവുഡ്, അതായത് ചന്ദന മരങ്ങള് വളരുന്നു അതേപോലെ. പക്ഷേ ആ ചന്ദന മരങ്ങളുടെ കീർത്തി മലയപർവ്വതം കാരണമാണോ അതോ മലയപർവ്വതത്തിന്റെ കീർത്തി ചന്ദന മരങ്ങളുടെ കാരണമാണോ? എന്താണ് ഇവിടെ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പർവ്വതത്തിന്റെ കീർത്തി, ചന്ദനമരങ്ങൾ കാരണം പർവ്വതത്തിന് കീർത്തി വന്നു. ചന്ദന മരങ്ങളുടെ കാരണമാണ് മലയപർവ്വതത്തിന്റെ കീർത്തി, അല്ലെ? അല്ലാണ്ട് മലയപർവ്വതം കാരണം ചന്ദന മരത്തിന്റെ കീർത്തി അല്ല. അതേപോലെ യദു ഡൈനാസ്റ്റിയുടെ കീർത്തി കൊണ്ടല്ല കൃഷ്ണൻ ഇവിടെ അവതരിച്ചത്. കൃഷ്ണൻ ജനിച്ചത് കൊണ്ട് യദു ഡൈനാസ്റ്റിയുടെ യദു കുലത്തിന്റെ കീർത്തി വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് some say that the unborn is born for the glorification of pious kings and others say that he is born to please King Yadu. Okay, യദു മഹാരാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. One of your dearest devotees, യദു മഹാരാജ ഒരു ഭക്തനാണ്. You appear in his family as sandalwood appears in the Malaya hills. എങ്ങനെ ചന്ദനമരം മലയ പർവ്വതത്തിൽ വരുമ്പോൾ മലയ പർവ്വതത്തിന്റെ കീർത്തി വർദ്ധിക്കുന്നു, അതേപോലെ അങ്ങ് യദു ഡൈനാസ്റ്റിയിലെ യദു കുലത്തിൽ ജനിക്കുമ്പോൾ യദു ഡൈനാസ്റ്റിയുടെയും യദു രാജാവിന്റെയും കീർത്തി വർദ്ധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഇവിടെ ഈ ഡൈനാസ്റ്റിയിലെ പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവതരിച്ചത് എന്നാണ്. എന്താണ് ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നത് നോക്കാം. ബിക്കോസ് ദ ലോർഡ്സ് അപ്പിയറൻസ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഇസ് bewildering. There are different opinions about the birth of the unborn.
നമുക്കറിയാം ഇതിലത്തെ നേരത്തെ ഇതിന്റെ മുമ്പിലുള്ള ശ്ലോകത്തില് കുന്തിദേവി പറയുന്നുണ്ട്. അതായത് കൃഷ്ണ അങ്ങയുടെ ഈ ഇവിടെ അവതാരങ്ങൾ, ഈ ഭൂലോകത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലുള്ള അവതാരങ്ങളെ എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നു, ബിവിൾഡറേറ്റ് ചെയ്യുന്നു. അങ്ങനെ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നു ചില സമയത്ത് വളരെ സാധാരണ, അതായത് എസ്പെഷ്യലി ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിലെ യശോദമ്മയും ആ ശ്രീകൃഷ്ണൻ തമ്മിലുള്ള ആ ദാമോദര ലീല അതൊക്കെ ഒരുപാട് ഭ്രമം വരുത്തുന്ന കാരണം കാരണം എങ്ങനെയാണ് ഈ ഭഗവാൻ ഇങ്ങനെ ഈ ലീലകളെല്ലാം നടത്തുന്നത്? ഭഗവാൻ ഈ ലീലകളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് കുന്തി മഹാറാണിക്ക് ഉള്ള സംശയം. ബാക്കി എല്ലാവർക്കും ഉള്ള സംശയം. വൃന്ദാവനത്തിലുള്ള ലീലകളും വൃന്ദാവന പുറമേയുള്ള ലീലകളും തമ്മിലുള്ള എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം? ഫോർ എക്സാമ്പിൾ, ദ്വാരക ലീല, വൃന്ദാവൻ ലീല. എന്താണ് പ്രധാന വ്യത്യാസം ഈ രണ്ട് ലീലകളും തമ്മിൽ? വൃന്ദാവനത്തിലെ ലീലയും ദ്വാരക ലീലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ്വാരക ലീല ഐശ്വര്യം കലർന്നത്. മാധുര്യം. ഐശ്വര്യം, അതായത് ദ്വാരക ലീലയെല്ലാം ഐശ്വര്യം ഭാവത്തിലാണ്, വൃന്ദാവൻ ലീലകളെല്ലാം മാധുര്യം. അത് മാത്രമാണോ? ഓക്കെ, അത് ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? മാതാജിമാര് പറഞ്ഞെല്ലാം ശരിയാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്താണ്? വൃന്ദാവന ലീലയില് കൃഷ്ണൻ കുട്ടിയായിരുന്നു. ഭഗവാന്റെ കുട്ടിക്കാലം ചെലവഴിച്ച വൃന്ദാവനത്തിലല്ലേ? ഓക്കെ, ഭഗവാന്റെ ബാല്യലീലകൾ നടന്നത് വൃന്ദാവനത്തിലാണ്, പക്ഷെ ബാല്യലീലകൾ അവിടെ ദ്വാരകയിൽ നടന്നില്ല. അതും ശരിയാണ്, പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാരണം. അവിടെ വൃന്ദാവനത്തിലെ നാദിമാരൽ എന്നുള്ള ഒരു ഭാവത്തിലാണ്, ദ്വാരകയിലെ രാജാവ് എന്നുള്ളൊരു. അതെ, ദ്വാരകയില് രാജാവാണ്, ഇവിടെ ഒരു ഗോപപാലന്മാരായിട്ടാണ്. ഓക്കെ, ഇതെല്ലാം ശരി, ഈ ഡിഫറൻസ് എല്ലാം ശരി. പക്ഷെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിൽ ചെയ്യുന്ന എല്ലാ ലീലകളും, ഓക്കെ, പ്രധാനപ്പെട്ട ആ ബാല്യലീലകള് ഭഗവാൻ സ്വയം തന്റെ ഭഗവത്വത്തെ മറക്കുന്നു. ഭഗവാൻ അറിയില്ല ഭഗവാനാണെന്നുള്ളത്. പുറത്തുള്ള എല്ലാ ലീലകളും, ഇപ്പൊ ഭഗവാൻ കൂർമ്മ അവതാരം എടുത്തു, ഓക്കെ, വാമനാവതാരം എടുത്തു, മത്സ്യാവതാരം എടുത്തു, ഇതിലെല്ലാം ഭഗവാൻ അറിയാം നന്നായിട്ട് ഞാൻ ഭഗവാനാണെന്ന്. പക്ഷെ ഭഗവാന്റെ ഈ ബാല്യലീല, എസ്പെഷ്യലി ഈ ദാമോദര ലീല, പിന്നെ മറ്റുള്ള ഗോപപാലന്മാരുടെ അല്ലെങ്കിൽ രാസ ഡാൻസിൽ ഈ ലീലകളെല്ലാം നടക്കുന്ന ആ സമയത്തുള്ള ഭഗവാന്റെ അത് നടനമല്ല, അത് അഭിനയമല്ല, ഭഗവാനാണെന്നുള്ളത് അറിയില്ല. അപ്പോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭഗവാനായിട്ട് അറിയില്ലെങ്കിൽ പിന്നെ ഭഗവാനാവുക? മറ്റുള്ള എല്ലാ ലീലകളും ഭഗവാൻ അറിയാം ഞാൻ ഭഗവാനാണെന്ന്. പക്ഷെ ഇവിടെ ഈ ദാമോദര ലീല യശോദമായിട്ട് നടന്നു അല്ലെ? പക്ഷെ ആ സമയത്ത് ഭഗവാൻ, അതായത് ഭഗവാന്റെ ഉദരത്തിൽ കയറ് കെട്ടി, ആ കയറ് ഒരെല്ലാം കെട്ടി, കൈ കെട്ടിയിട്ടില്ല. ഭഗവാൻ വേണമെങ്കിൽ കെട്ടഴിക്കാമായിരുന്നു, കയ്യെ ഫ്രീ ആണ് അല്ലേ, കെട്ടഴിച്ചില്ല. ഭഗവാൻ പേടിച്ച് നിൽക്കുകയാണ്, എന്ത് സംഭവിക്കാറില്ല. ആ പേടി ശരിക്കുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന പേടിയാണ്. അവിടെ ഭഗവാനാണെന്ന് അറിഞ്ഞാൽ ആ പേടി അവിടെ വരില്ല. അപ്പൊ ഭഗവാൻ വൃന്ദാവനത്തിലെ ലീലകളില് തൻ്റെ സ്വന്തം ഭഗവത്വം മറക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റുള്ള ലീലകളിൽ കാര്യമില്ല. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. എന്തുകൊണ്ടാണ്? സ്വന്തം യോഗമായ കൊണ്ട് അത് ചെയ്യിക്കുന്നു. സ്വന്തം യോഗമായാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഓക്കെ, യോഗമായ പറയാണ് ഇനിയിപ്പോ കൃഷ്ണനതൊന്നും ഓർമ്മ വരുന്നില്ല, ഇനിയിപ്പോ ഞാൻ ആ സ്ഥാനം എടുക്കാം, ഈശ്വരന്റെ സ്ഥാനം എടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ ലീലകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ലീലകളിലും ഭഗവാൻ അറിയാം ഭഗവാനാണ്. ഭഗവാൻ ഏത് ലീല എടുത്താലും. പക്ഷെ വൃന്ദാവനത്തെ ലീലയില് ഭഗവാൻ തന്റെ ഭഗവത്വം സ്വന്തം ഇച്ഛപ്രകാരം നഷ്ടപ്പെടുത്തി അവിടെ ഫുൾ 100% ആ വാത്സല്യ ഭാവത്തിലും മാധുര്യ ഭാവത്തിലുമാണ് ഈ ലീലകളെല്ലാം ചെയ്യുന്നത്. അവിടെ ഐശ്വര്യം വളരെ കുറവാണ്. ഐശ്വര്യമുണ്ട് എപ്പോഴാണ് കാണുന്നത്? ഗോവർദ്ധൻ ലീലയുടെ, ഓക്കെ, കാളിയദമൻ ലീലയുടെ, ബ്രഹ്മവിമോഹൻ ലീലയുടെ ഒക്കെ ഈ ലീലകളിൽ ഐശ്വര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഐശ്വര്യം
ആ ഐശ്വര്യം ഇപ്പം ഇവരൊക്കെ മറ്റുള്ള അസുരന്മാരെ കൊല്ലുന്നുണ്ട്. പക്ഷെ അത് ആക്ച്വലി ആരാണ്? ഭഗവാന്റെ തന്നെ. അത് വൃന്ദാവൻ കൃഷ്ണനല്ല, അത് വസുദേവ കൃഷ്ണനാണ്. വിഷ്ണു ഫോം എന്ന് അതാണ് ചെയ്യുന്നത് ആ ലീലകൾ. എസ്പെഷ്യലി നമ്മളുടെ അസുരന്മാരെ വധിക്കുന്നതെല്ലാം വൃന്ദാവൻ കൃഷ്ണനല്ല, അത് വസുദേവ കൃഷ്ണനാണ്. വൃന്ദാവൻ കൃഷ്ണന്റെ ലീലകളെല്ലാം ഫുള്ളി 100% വാത്സല്യ, സഖ്യ ആൻഡ് മാധുര്യ ലീലകളാണ്. അപ്പൊ അതിൽ ആ ലീലകള് കളിക്കണമെന്നുണ്ടെങ്കിൽ, ആ ലീലകള് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൻ ഭഗവാൻ ആണ് എന്നുള്ളത് മറക്കണം. അത് ഭഗവാൻ സ്വ ഇച്ഛയാൽ ഭഗവാന്റെ തന്നെ അന്തരാംഗ ശക്തി കൊണ്ട് അത് മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് 100% മാധുര്യം, വാത്സല്യം, സഖ്യം എല്ലാം കിട്ടുള്ളൂ. അതാണ് വ്യത്യാസം പ്രധാനപ്പെട്ട. ബാക്കി നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭഗവത്വം മറക്കുന്നു. അതേപോലെ ഭക്തന്മാരും മറക്കുന്നു ഇത് ഭഗവാനാണെന്നുള്ളത്. രണ്ടും വേണം. 50% ശരിയായിട്ട് കാര്യമില്ല. ഭക്തന്മാർക്ക് അറിയില്ല ഇത് ഭഗവാനാണെന്നുള്ളത്, ഭഗവാൻ അറിയില്ല ഇത് ഭഗവാനാണുള്ളത്. അതുകൊണ്ടാണ് അതായത് ദാമോദര ലീല കഴിഞ്ഞപ്പോ, അതായത് ദാമോദര കഴിഞ്ഞപ്പോഴ, അതായത് യശോദമയ്യ ഭഗവാനെ ഉരലിൽ കെട്ടിയപ്പോ ബലറാം അവിടെ വരികയാണ്. ബലറാം അവിടെ വന്നിട്ട് ഇത് കണ്ടപ്പോ അയ്യോ വളരെ അത്ഭുതപ്പെട്ടു. ആരാണ് കൃഷ്ണനെ കെട്ടിയത് എന്ന് ചോദിച്ചു യശോദമായി. അപ്പൊ അവിടെ അഴിക്കാൻ ധൈര്യമില്ല. വേണമെങ്കിൽ ബലരാമനെ അഴിക്കാമായിരുന്നു. അപ്പൊ ആദ്യം ചോദിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിനെ കെട്ടിയതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ യശോദമായി പുറത്തു വന്ന് പറഞ്ഞു, ഇത് ഞാനാണ് കെട്ടിയത്, എന്തോ വല്ല പ്രശ്നമുണ്ടോ? അപ്പോഴാണ് ബലരാമൻ പറയുന്നത്, അറിയോ ഇത് ആരാണെന്നത്? ഇതാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, എല്ലാ പ്രപഞ്ചത്തിന്റെയും നാഥൻ. അപ്പോ യശോദമായി ചോദിക്കുന്നു, അപ്പോ ഓക്കെ അറിയട്ടെ, താങ്കൾ ആരാണ്? ഞാനാണ് ശേഷനാഗ്, ഞാനാണ് അനന്തശേഷ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഓ, എല്ലാ അവതാരങ്ങളും എന്റെ വീട്ടിൽ തന്നെ ജനിക്കണമായിരുന്നോ എന്ന് പരിഹസിച്ച് പറഞ്ഞിട്ട് യശോദമായി അവിടുന്ന് പോവാണ്. അപ്പോഴും യശോദമായും അത് സമ്മതിക്കുന്നില്ല, ഇത് ഭഗവാനാണ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണെന്ന് അവിടെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതാണ് അവിടുത്തെ ലീലയുടെ ആ മാധുര്യം, 100% മാധുര്യത്തിന്റെ കാരണം. വാത്സല്യ ഭാവമാണ് ശരി, മാധുര്യ ഭാവമാണ് ശരി, സഖ്യഭാവമാണ് ശരി, 100% അതിന്റെ ആ രസം, മെലോസ് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രണ്ടുപേർക്കും പറ്റുന്ന ഇത് കാരണമാണ്. ഇതാണ് വ്യത്യാസം. ഈ ഭഗവാന്റെ എസ്പെഷ്യലി ബാല്യലീലകള് വൃന്ദാവൻ നടക്കുന്നത് എവിടെയും നടക്കില്ല. അത്രയും മാധുര്യം. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഐശ്വര്യം കലർന്ന ഐശ്വര്യം ഭാവത്തിലാണ്. അതിൽ കുറച്ച് മാധുര്യമോ അല്ലെങ്കിൽ വാത്സല്യമോ ഉണ്ടായിരിക്കും, കലർത്തിണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ in the Bhagavad Gita, the Lord says he takes his birth in the material world, although he is the Lord of all creations and is unborn. നേരത്തെ ഞാൻ ശ്ലോകം പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലെ 4.6 അദ്ദേഹം അജന്മമാണ്, എങ്കിലും അദ്ദേഹം ജന്മമെടുക്കുന്നു എന്തിനു വേണ്ടിയിട്ട് എന്ന് പറയുന്നു. So there cannot be any denial of birth of the unborn because he himself establishes the truth. He himself establishes the truth. അപ്പൊ നമുക്ക് ഭഗവാൻ ജനിക്കുന്നു എന്ന് നമുക്ക് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ ജനിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാന്റെ ജനനവും നമ്മുടെ ജന്മവും അജഗജാന്തരം. അതാണ് നമ്മൾ ജനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കർമ്മത്തിന്റെ ആ ആസ്പദമായിട്ട്, കർമാനുസൃതമായിട്ടാണ്. പക്ഷെ ഭഗവാൻ സ്വ ഇച്ഛയാൽ എവിടെ എങ്ങനെ ജനിക്കണം, എന്ത് ചെയ്യണം, ഇതെല്ലാം ഭഗവാൻ തീരുമാനിക്കുന്നു. അതാണ് വ്യത്യാസം. സോ but still there are different opinions as to why he takes his birth. അതാണ് കുന്തി ദേവി പറയുന്നത്. ചിലർ പറയുന്നു അതായത് തന്റെ ശുദ്ധൻ ഭക്തന്മാരുടെ കീർത്തിക്ക് വേണ്ടിയിട്ട്, ചിലർ പറയുന്നു യദു മഹാരാജാവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ശ്ലോകത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് വേറെ 3 കാരണങ്ങളും, പിന്നത്തെ ശ്ലോകത്തില് വേറൊരു കാരണം കൂടി പറയും. അപ്പോൾ എല്ലാവരും പറയുന്ന ചില ആൾക്കാർ പറയുന്ന ആ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായമാണ് കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നത്. So he appears by his own internal potency to re-establish the principles of religion and to protect the pious and to annihilate the impious. അപ്പോൾ ഏത് ശ്ലോകമാണ് ഭഗവത്ഗീതയിലത്? He appears by his own internal potency to re-establish
the principles of religion and to protect the pious and to annihilate the impious. ഏതാ ശ്ലോകം ഭഗവത്ഗീതയിലെ? പരിത്രാണായ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. Very good. So that is the mission of the appearance of the unborn. അതാണ് കാരണം. അതായത് ഈ അജന്മമായിട്ടുള്ള ഈ ഭഗവാൻ ഇവിടെ ജന്മം എടുക്കാനുള്ള കാരണം. Still it is said that the Lord is there to glorify the pious king Yudhishthira. അപ്പോ ഇവിടെ പർപ്പോട്ടിൽ പ്രഭാത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ അവതരിക്കുന്നു ഭഗവാന്റെ ഭക്തനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിനെ കീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. Lord Sri Krishna certainly wanted to establish the kingdom of the Pandavas for the good of all in the world. അപ്പോ ഭഗവാന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അതായത് ഈ അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് ഭക്തന്മാർക്ക് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. When there is a pious king ruling over the world, the people are happy. അപ്പൊ നല്ല ഭക്തന്മാരാണ് രാജാക്കന്മാരായിട്ട് ഇവിടെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ എല്ലാവരും എല്ലാ പ്രജകളും വളരെ സന്തോഷവാന്മാരായിട്ടിരിക്കും. അവിടെ യാതൊരു പ്രശ്നങ്ങളോ ക്ലേശങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഭഗവാൻ ആഗ്രഹിക്കുന്നു അതാണ്. So when the ruler is impious, the people are unhappy. അപ്പൊ അസുരന്മാരാണെങ്കിൽ ഭക്തന്മാരല്ലെങ്കിൽ എന്താണ് പ്രജകളെ സന്തോഷവാന്മാരായിട്ടിരിക്കില്ല. അപ്പോ വേണ പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു അല്ലെ? ആ വേണന്റെ ആ രാജഭരണകാലത്ത് ആൾക്കാർ സന്തോഷവാന്മാരായിരുന്നു അല്ല? എല്ലാ വേദങ്ങളെയും അദ്ദേഹം റിജക്ട് ചെയ്തു. ബ്രാഹ്മണന്മാരെ കൊല്ലാൻ തുടങ്ങി. യജ്ഞങ്ങള് ഹോമങ്ങൾ ഇതെല്ലാം നിർത്തി. ഈവൻ ധാന്യങ്ങളും കൂടി ഭൂമി നിർത്തി തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അസുരന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഭരണകാലത്ത് ആരും ഹാപ്പി ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഇൻ ദ ഏജ് ഓഫ് കലി ഇൻ മോസ്റ്റ് കേസസ് ദ റൂളേഴ്സ് ആർ ഇംപയസ്. അപ്പൊ കലിയുഗത്തിന്റെ പ്രഭാവം കാരണം എല്ലാ രാജകുമാരും ഇംപയസ് ആയിരിക്കും, അഭക്തന്മാരായിരിക്കും. അതായത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം, തൻ്റെ പോക്കറ്റ് നിറയണം, തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ഇന്ദ്രിയങ്ങൾ തൃപ്തിപ്പെടുത്തണം, പ്രജകളെ എങ്ങനെ തന്നെ ജീവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കലികാല വൈഭവമാണ്. അതായത് കലിയുഗത്തിലെ ഇങ്ങനത്തെ രാജാക്കന്മാരായിരിക്കും കൂടുതൽ. നമുക്ക് അറിയാം, ഇന്നത്തെ റൂളേഴ്സ്, ഇന്നത്തെ മിനിസ്റ്റേഴ്സ് എല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രജകളെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, അവരെന്നും നേർവഴിക്ക് നയിക്കാനുള്ള ഒരാഗ്രഹം അവർക്കില്ല, സ്വന്തം കാര്യം മാത്രം. And therefore, the citizens are also continuously unhappy. But in the case of democracy, the impious citizens themselves elect their representative to rule over them, and therefore they cannot blame anyone for their unhappiness. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഡെമോക്രാറ്റിക് ഒരു ജനാധിപത്യ സംവിധാനമായത് ഡെമോക്രാറ്റിക് റൂൾ ആകുമ്പോൾ നമ്മള് റൂളേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ആ റൂളേഴ്സിനെ എലക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ജനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ തെറ്റായിട്ടുള്ള സെലക്ഷൻ കാരണം അല്ലെങ്കിൽ എലക്ഷൻ കാരണം ആണ് നമ്മുടെ ഈ അതായത് അസന്തുഷ്ടരായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂളേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മിനിസ്റ്റേഴ്സിനെ നമ്മളാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ജനങ്ങള്. അതുകൊണ്ട് നമ്മളാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. സോ മഹാരാജ നല was also celebrated as a great pious king, but he had no connection with Lord Krishna. ഇപ്പൊ പ്രഭുപാദ പറയുന്നത് മഹാരാജ നലൻ എന്നുള്ളൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പയസ് കിങ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് എന്താണ് പറയുന്നത് ഇവിടെ പറയുന്നില്ല, ഉത്തമ എന്താണ് ആ വാക്ക്, പുണ്യശ്ലോകസ്യ കീർത്തി. അതായത് നല്ല ഭക്തന്മാരുടെ കീർത്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നുണ്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നലന്റെ ഈ കാര്യം കൂടി പറയുന്നത്. Therefore, Maharaja Yudhishthira is meant here to be glorified by Lord Krishna. അപ്പോ ഇവിടെ മഹാരാജ യുധിഷ്ഠിരന്റെ കാര്യമാണ് പ്രഭുപാദ പറയുന്നത്. അത് ഭഗവാൻ അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. The Lord had already glorified King Yadu, having taken birth in his family.
അപ്പൊ യദു മഹാരാജാവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ കീർത്തിക്ക് വേണ്ടിയിട്ടും ആണ് അദ്ദേഹം യദു കുടുംബത്തിലും ജനിച്ചിരിക്കുന്നത്. ആൾദോ ഹീസ് നോൺ ആസ് യാദവ, യദുവീര, യദുനന്ദന എറ്റ്സെട്ര, ഈസ് ഓൾവേസ് ഇൻഡിപെൻഡന്റ് ഓഫ് സച്ച് ഒബ്ലിഗേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് യാദവൻ എന്ന് പറയുന്നു, യദുവീര എന്ന് പറയുന്നു, യദുനന്ദന എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ആ യദുവംശത്തിന്റെ ആ ഒരു കീർത്തിയിലല്ല ഇവിടെ ഭഗവാൻ എപ്പോഴും സ്വതന്ത്രനാണ്. ഒരാളോടും ഒരു ഒബ്ലിഗേഷനും ഇല്ല, ഒരു കടപ്പാടും ഇല്ല. ഭഗവാൻ എന്താണ്? സ്വരാട്ട് അല്ലെ? ആദ്യത്തെ ശ്ലോകം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? എന്താണ് ഭഗവാൻ? സ്വരാട്ട്, ഇൻഡിപെൻഡന്റ്. ഭഗവാൻ ഒന്നിനെയും ആശ്രയിച്ച് ജീവിക്കുന്നില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാവരും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പൊ ഭഗവാൻ സ്വരാട്ടാണ്, ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്, ഈസ് ഓൾവേസ് ഇൻഡിപെൻഡന്റ് ഓഫ് സച്ച് ഒബ്ലിഗേഷൻ. ഈസ് ജസ്റ്റ് ലൈക്ക് ദ സാൻഡൽവുഡ് ദാറ്റ് ഗ്രോസ് ഇൻ ദ മലായ ഹിൽസ്. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ ചന്ദനത്തിനോട് ഓമിച്ചിരിക്കുന്നു. ചന്ദനം മലയായിലല്ല എവിടെ വളർന്നാലും ശരി, ആ ചന്ദനത്തിന്റെ ഫ്രാഗ്രൻസും ചന്ദനത്തിന്റെ ഇമ്പോർട്ടൻസും ഒരിക്കലും നശിക്കില്ല. അത് മലയാ പർവ്വതത്തില് വളരുന്നുകൊണ്ട് മലയാ പർവ്വതത്തിന്റെ കീർത്തി വർദ്ധിച്ചു മാത്രം. Trees can grow anywhere and everywhere, yet because the sandalwood trees grow mostly in the area of the Malaya Hills, the names sandalwood and the Malaya Hills are interrelated. Therefore, the conclusion is that the Lord is never unborn like the sun. And yet he appears as the sun rises on the eastern horizon. Now, എന്താണ് conclusion? That the Lord is ever unborn like the sun. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ ജനിക്കുന്നു, മരിക്കുന്നു എന്ന് പറയാറില്ല. സൂര്യൻ എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ആ ഒരു ആ ദിശ അതിന്റെ കീർത്തി എന്തുകൊണ്ടാണ്? ഭഗവാൻ കിഴക്ക് ഉദിക്കുന്നത് കൊണ്ടാണ്, പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടാണ് അല്ലെ? അല്ലാണ്ട് ഭഗവാന്റെ കീർത്തി കിഴക്ക് എന്നുള്ള ദിശ കാരണമല്ല. സൂര്യൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, അത് പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു നമ്മളുടെ വിഷയിൽ നിന്ന് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ അപ്പിയർ ആവുന്നു, ഡിസപ്പിയർ ആവുന്നു, പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു, അത്രേ ഉള്ളൂ. അതിനാണ് ഇവിടെ സൂര്യ ഭഗവാന്റെ ആ ഒരു കമ്പാരിസൺ കൂടി കൊടുത്തത്. ആൻഡ് യെറ്റ് ഹി അപ്പിയേഴ്സ് ആസ് ദ സൺ റൈസസ് on the eastern horizon, as the sun is never the son of the eastern horizon. Okay, so the Lord is no one's son, but he is the father of everything that be. എങ്ങനെ സൂര്യൻ കിഴക്ക് ദിശയുടെ ആശ്രയിച്ചിട്ട് ഉദിക്കുന്നില്ല, അതേപോലെ ഭഗവാൻ ഒരാളുടെയും മകനല്ല, ബട്ട് ഹി ഈസ് ദ ഫാദർ ഓഫ് എവറിത്തിങ് ദാറ്റ് ബി. എല്ലാവരുടെയും അഹം ബീജ പ്രതാപിത, എല്ലാവരുടെയും ഫാദറാണ്. ബ്രഹ്മാവ് എവിടുന്നാണ് ജനിച്ചത്? ഗർഭോസായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന്. ആ ഗർഭോസായി വിഷ്ണുവിന്റെ പാദത്തിലാണ് ലക്ഷ്മി സേവ ചെയ്തിരിക്കുന്നത്. ആ ലക്ഷ്മി ദേവിയുടെ സഹായം എടുക്കാതെയാണ് ബ്രഹ്മാവ് ഗർഭോസായി വിഷ്ണുവിൽ നിന്ന് ജനിക്കുന്നത്. അപ്പോ ബ്രഹ്മാവിന്റെ അച്ഛനും അമ്മയും ആരാണ്? ഗർഭോസായി വിഷ്ണു. അപ്പൊ അതായത് തനിക്ക് അതായത് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല അല്ലേ? ഒരു നോക്കൂ, ബ്രഹ്മാവിന്റെ തന്റെ സ്വന്തം അച്ഛനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ജനിച്ച സമയത്ത് അന്ധകാരമായിരുന്നു മുഴുവന്, അന്ധകാരം മാത്രം, വേറെ ഒന്നുമില്ല, പിച്ച് ഡാർക്ക്. എന്നിട്ട് ആ നാളത്തിലൂടെ സഞ്ചരിച്ചു എത്രയോ 1000 സെലസ്റ്റിയൽ ഇയേഴ്സോ എത്രയോ, തനിക്ക് സൃഷ്ടി തന്ന ആ മഹാത്മാവിനെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഉടനെ വന്നിട്ട് തപസ് ചെയ്തു. അപ്പോഴും ഗർഭോസായി വിഷ്ണു കണ്ടു ഇല്ല. അപ്പൊ തന്റെ മെഡിറ്റേഷനിൽ കണ്ടു, ശരിക്കും കണ്ടില്ല. ആ ബ്രഹ്മാവിന് തന്റെ സ്വന്തം പിതാവിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഭഗവാന് ഒരാളുടെയും സഹായം ആവശ്യമില്ല. ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ടെക്സ്റ്റ് 33. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോഭ്യഗാ
അജസ്ത്വം അസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോഭ്യഗാത് അജസ്ത്വം അസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. ആരെങ്കിലും ഡിസൈഡ് ചെയ്യോ? ഹരേ കൃഷ്ണ. അപരേ വാസുദേവസ്യ ദേവക്യാം യാചിതോഭ്യഗാൽ അജസ്ത്വമസ്യ ക്ഷേമായ വദായ ച സുരദ്വിഷാം. വിവർത്തനം. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാകുന്നു അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്. ഹരേ കൃഷ്ണ. Hare Bol. Others say that since both Vasudeva and Devaki prayed for you, you have taken your birth as their son. Undoubtedly, you are unborn, yet you take your birth for their welfare and to kill those who are envious of the demigods. Okay? Others say, മറ്റു ചിലർ പറയുന്നു, എന്താ പറയുന്നത്? വസുദേവന്റെയും ദേവകി മാതാവിന്റെയും പ്രാർത്ഥന പ്രകാരമാണ് അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. എപ്പോഴാണ് വസുദേവരും ദേവകിയും പ്രാർത്ഥിച്ചിരിക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ട്? പൂർവജന്മങ്ങളിൽ. പൂർവജന്മങ്ങളിൽ. എന്താണ് അവരുടെ പേര്? ഓക്കെ. അതിൽ ജനിച്ച മകന്റെ പേര് കൃഷ്ണ. ഹരിബോൾ. അപ്പോ ചില ആൾക്കാർ പറയുന്നു അങ്ങ് വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥന പ്രകാരമാണ്. ഓക്കെ. അപ്പൊ അവരുടെ പ്രാർത്ഥന പറഞ്ഞ ഇന്റൻസ് പ്രാർത്ഥനയായിരുന്നു, വളരെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. നമ്മളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? വളരെ ഇന്റൻസ് ആണോ? നമ്മളുടെ പ്രാർത്ഥനയും ഇന്റൻസ് ആയിരുന്നുവെങ്കിൽ, തീവ്രമായിരുന്നുവെങ്കിൽ നമ്മൾ എന്നോ ഗോലോകതലത്തുമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കും കൃഷ്ണ, അതായത് നമ്മളുടെ ജപത്തിൽ നല്ല രുചി ഉണ്ടാവണേ, ഭാഗവതം വായിക്കാനുള്ള ആ രുചി ഉണ്ടാവണേ, അതുണ്ടാവണേ, ഇതുണ്ടാവണം. പക്ഷെ ഇതെല്ലാം എവിടുന്നാ വരുന്നത്? നമ്മുടെ ലിപ്സ് നിന്നാണ് വരുന്നത്, ഇത് ഹൃദയത്തിൽ നിന്നല്ല വരുന്നത്. ഓക്കെ. ആ രുചി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയുന്നു. ഓക്കെ, രുചി വേണോ? കുഴപ്പമില്ല. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്നിട്ട് ഒരു ഇരുപ്പിലിരുന്നിട്ട് 16 മാലയും ജപിക്കണം, 24 മണിക്കൂറും എന്നെ സ്മരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മൾ. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ ആ പ്രാർത്ഥന തീവ്രമല്ല, നമ്മൾ ഒരു വഴിപാട് മാത്രമാണ് കണ്ടിട്ട് ജപിക്കാൻ വേണ്ടി ജപിക്കുന്നു, മെക്കാനിക്കൽ. അപ്പൊ ജപിക്കുന്ന സമയത്ത് നമ്മൾ TV കാണുന്നു, പേപ്പർ വായിക്കുന്നു, വാട്സാപ്പ് നോക്കുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെ? അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ക്ലൂസീവ് ആ ഡിവോഷൻ നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാത്തത്. അപ്പൊ ഇവിടെ വസുദേവരും ദേവകിയും പ്രാർത്ഥിച്ച ഭഗവാൻ കേട്ടു. 3 തവണ മകനായിട്ട് ജനിച്ചു അവർക്ക്, അല്ലെ? അപ്പൊ നമ്മളുടെ പ്രാർത്ഥനയും അതേപോലെ തീവ്രമായിരുന്നെങ്കിൽ, എന്താണ് തീവ്രം എന്ന് പറഞ്ഞാൽ? ഇന്റൻസ്. എന്താണ് തീവ്രം എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥത. അതായത് 1 pointed attention, 1 pointed devotion. നമ്മളുടെ 1 pointed devotion ആണോ? ഭഗവാൻ കൃഷ്ണനെ മാത്രം സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? മാം ഏകം, എന്നെ മാത്രം ശരണം പ്രാപിക്കാൻ. പക്ഷെ നമ്മളെന്താണ്? എല്ലാവരെയും ശരണം പ്രാപിക്കും. നമ്മള് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളുടെ ബന്ധുക്കളെ, നമ്മളുടെ ധനത്തിനെ, നമ്മളുടെ സ്ഥാനത്തെ, നമ്മളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ, ഇവരെല്ലാം ശരണം പ്രാപിക്കും. ഭഗവാനെ ശരണം പ്രാപിക്കില്ല. എല്ലാവരും ശരണം പ്രാപിക്കും, പക്ഷേ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കില്ല, അല്ലേ? അപ്പൊ നമ്മളുടെ പ്രേയേഴ്സ്, നമ്മളുടെ ആ തീവ്രമായിട്ടുള്ള ആ ഭാവം ഇല്ല. അത് എപ്പോ എത്തുന്നോ അപ്പൊ മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഫലിക്കുള്ളൂ. മറ്റത് ഓഫ്കോഴ്സ് നമുക്ക് പ്രോഗ്രസ് ഉണ്ട്, തീർച്ചയായിട്ടും നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദേവകിയും വസുദേവരും പ്രാർത്ഥിച്ചപ്പോഴുള്ള ആ തീവ്രമായിട്ടുള്ള ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മളുടെ ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. നമ്മൾ സ്ലോലി ഗ്രാജുവലി ആ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഭഗവാന്റെ നാമമാണ്. ഭഗവാന്റെ നാമം തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലം. പക്ഷെ നമ്മൾ ആ ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ വേറെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല എന്നും കൂടി ഓർക്കണം. ഭഗവാൻ പ്രീതിപ്പെടുക്കുമ്പോൾ ഭഗവാന്റെ ആ മേഴ്സി, ഓക്കെ, ആ കരുണ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം
ഓട്ടോമാറ്റിക്കലായി നടത്തിത്തരും. അപ്പൊ അതേപോലെ നമ്മൾ പ്രേ ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. യു ഹാവ് ടേക്കൺ യുവർ ബർത്ത് ആസ് ദെയർ സൺ. അതുകൊണ്ട് അവരുടെ മകനായിട്ട് ഇവിടെ ജനിച്ചിരിക്കുന്നു. അൺഡൗട്ടഡ്ലി യു ആർ അൺബോൺ. തീർച്ചയായിട്ടും അങ്ങ് അജന്മമാവുന്നു. യെറ്റ് യു ടേക്ക് യുവർ ബർത്ത് ഫോർ ദെയർ വെൽഫെയർ ആൻഡ് ടു കിൽ ദോസ് ഹു ആർ എൻവിയസ് ഓഫ് ദ ഡെമിഗോഡ്സ്. എന്നാലും അങ്ങ് ഇവിടെ ഭൗതിക ലോകത്തില് ആവിർഭവിക്കുന്നു, ഇവിടെ അവതരിക്കുന്നു. എന്തിന്? അങ്ങനത്തെ ആൾക്കാരുടെ, തൻ്റെ ഭക്തന്മാരുടെയും മറ്റുള്ള എല്ലാവരുടെയും വെൽഫെയർ, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ടു കിൽ ആൻഡ് ടു കിൽ, മറ്റുള്ള അതായത് അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ദ്രാരി വ്യാകുലം ലോകം. അതായത് എന്താണ്? അതാണ് envious ഓഫ് ഡെമിഗോഡ്സ് പറയുന്നത്. ആൻഡ് ടു കിൽ ദോസ് ഹു ആർ envious ഓഫ് ദ ഡെമിഗോഡ്സ്. ഇന്ദ്രാരി വ്യാകുലം ലോകം. അതായത് ഇന്ദ്രാരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്മാരുടെ ശത്രുക്കളെ, ഇന്ദ്രന്റെ ശത്രുക്കളെ. ആരാണ് ഇന്ദ്രന്റെ ശത്രുക്കളെ? അസുരന്മാര്, അല്ലെ? ദേവാസുര യുദ്ധം നമുക്കറിയാം. അപ്പൊ അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ബാക്കി ഭക്തന്മാരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടും. യോഗക്ഷേമം മഹാമിഹം, അല്ലെ? സർവസ്യ എന്താത്? അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമിഹം. ഓ, ജനങ്ങളുടെ ആ ക്ഷേമം ഭഗവാൻ കാത്തു സൂക്ഷിക്കും. എങ്ങനെ? എന്തു ചെയ്യുമ്പോൾ? അനന്യശ്ചിന്തയന്തോ മാം, അനന്യമായിട്ടുള്ള ആ സ്മരണ, ആ പ്രാർത്ഥന അതുണ്ടെങ്കിൽ മാത്രം. നമ്മളുടെ ഇപ്പോൾ നമ്മുടെ അനന്യമല്ല, അന്യമാണ്. നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുന്നു, എല്ലാവരെയും ആശ്രയിക്കുന്നു. ആ സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ, ആ സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ വന്നിട്ടില്ല. ആ തലത്തിലേക്ക് നമ്മൾ എപ്പോഴും വരുന്നു, അപ്പൊ തീർച്ചയായിട്ടും 100% ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. തിരിച്ച് ഭഗവത്ധാമിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ആ ശ്ലോകത്തില് 2 കാരണം പറഞ്ഞു. എന്താണ് ആ 2 കാരണം? ഭക്തന്മാരുടെ യശസ്സിനെ കൂട്ടാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാരണം യദുവിന്റെ പ്രീതിക്ക് വേണ്ടി. യദു മഹാരാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതിന്റെ 3 കാരണങ്ങൾ പറയുന്നു. എന്താണ് ഇവിടുത്തെ 3 കാരണങ്ങള്? വസുദേവരും ദേവകിയും ദേവകിയുടെയും പ്രാർത്ഥന ഫലമായിട്ട്, വസുദേവരുടെയും ദേവകിയുടെയും ആ തീവ്രമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് അവരുടെ മകനായിട്ട് ജനിച്ചു. പിന്നെ 4ാമത്തെ കാരണം ദേവന്മാരുടെ ക്ഷേമത്തിന് ദേവന്മാരുടെ നന്മയ്ക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ട്. യെസ്. 5ാമത്തെ കാരണം അസൂയുള്ളവരെ നിഗ്രഹിക്കാൻ വേണ്ടി. അസുരന്മാരായിട്ടുള്ള ആൾക്കാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ശത്രുക്കളെ ശത്രുക്കളല്ല, അസുരഭാവത്തിലുള്ള ആൾക്കാരെ നിഗ്രഹിക്കാൻ വേണ്ടി. ഭഗവാന്റെ ശത്രു ഇല്ലല്ലോ. ഓക്കെ. സോ പർപ്പട്ടിൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് വസുദേവ ആൻഡ് ദേവകി ഇൻ ദ പ്രീവിയസ് ബർത്ത് ആസ് സുതപ ആൻഡ് പ്രിഷ്ണി underwent a severe type of penance to get the Lord as their son, and as a result of such austerities the Lord appeared as their son. Okay. അപ്പോ അവരുടെ പൂർവ്വജന്മത്തില് അവരെ സുതപനും വൃഷ്ണിയായിട്ടുള്ള ആ ജന്മത്തിലെ ഒരുപാട് സീവിയർ ഓസ്റ്ററിറ്റീസ്, തീവ്രമായിട്ടുള്ള തപസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ തൻ്റെ മകനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3ാമത്തെ തവണയും ഭഗവാൻ തൻ മകനായിട്ട് ജനിച്ചു ഇവരുടെ. അപ്പൊ 3ാമത്തെ ജന്മമാണ് വസുദേവരും ദേവകിയും. അതുകൊണ്ടാണ് ഇത് പറയുന്നത് വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥന കാരണമാണ് അങ്ങ് ഇവിടെ ജനിച്ചത് എന്ന് പറയുന്നത്. It's already declared in the Bhagavad Gita that Lord appears for the welfare of all people of the world and to vanquish the asuras or the materialistic atheists. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. അപ്പൊ ഇത് ഭഗവത്ഗീതയില് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വെൽഫെയർ ഓഫ് ഓൾ പീപ്പിൾ, ക്ഷേമത്തിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും ക്ഷേമം. അപ്പോൾ എല്ലാവരുടെയും ക്ഷേമം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ക്ഷേമം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഭഗവത് സേവനം. ഭഗവത് സേവനം.
ഭഗവാൻ അതായത് അനന്യ ശുദ്ധ ഭക്തൻ, അനന്യ അനന്യഭക്തി, അനന്യഭക്. ഓക്കെ, അനന്യഭക്തി അത് നമ്മൾ ചെയ്യണം. അപ്പൊ അതാണ് ഭഗവത്ഗീതയില് ഈ ഒരേ ശ്ലോകം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. 2 ശ്ലോകം ഒരേ ശ്ലോകം തന്നെ 2 തവണ പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ ശ്ലോകം? റിപ്പീറ്റ് ചെയ്തിട്ട് ശ്ലോകം അനന്യശ്ചിന്തയന്തോ മാമേജന അല്ല പരിയുഗാത്തി അല്ല 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 ഭോക്താരം മന്മനാമ മധ്യാദി മാം നമസ്കുരു മാമേവ ആത്മാനം മത്സരായ. ഹരിബോൾ. അപ്പൊ ഈ ശ്ലോകം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മന്മന ഭവമത് ഭക്തോ മധ്യാജി മാം നമസ്കുരു. എപ്പോഴും എന്നെ സ്മരിക്കുക. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും ഭഗവാനെ സ്മരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരൊക്കെ സ്മരിക്കുന്നത്? അപ്പൊ എല്ലാവരെയും സ്മരിക്കും അല്ലേ? അവിടെ പറയുന്നത് മാം, എന്നെ സ്മരിക്കാണ് എപ്പോഴും. ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരെയല്ല. അപ്പൊ അത് വളരെ ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആണ്. പക്ഷെ നമ്മള് എത്ര പ്രാവശ്യം കേട്ടാലും നമ്മുടെ ഈ ഡൾ ഹെഡില് പോകുന്നില്ല അല്ലെ, നമ്മുടെ ഈ തലയിൽ പോകുന്നില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് അർച്ചന, ഇവിടെ പോയിട്ട് അർച്ചന, അവരോട് പ്രാർത്ഥിക്കും, ഇവരോട് പ്രാർത്ഥിക്കും, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. ആ സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ നമുക്ക് വന്നിട്ടില്ല. അത് എപ്പോൾ വരുന്നോ നല്ല കാര്യം വളരെ നന്നായിട്ട് പോകും. അപ്പൊ സിംഗിൾ പോയിന്റ് ഡിവോഷൻ ആണ് ഇവിടെ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. മന്മന, എന്നെ സ്മരിക്കുക. ഭവ മത് ഭക്തോ, എന്റെ ഭക്തനാവ്. ചില ആൾക്കാർ പറയും ഞാൻ ഹനുമാന്റെ ആർഡൻ ഡിവോട്ടിയാണ്, ശിവഭഗവാന്റെ ആർഡൻ ഡിവോട്ടിയാണ്, ഗണപതിയുടെ ആർഡൻ ഡിവോട്ടിയാണ്, അയ്യപ്പന്റെ ആർഡൻ ഡിവോട്ടിയാണ്. തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? അതാണ് ഫോളോ ചെയ്യേണ്ടത്. അവരെല്ലാം ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്, ഭഗവാന്റെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്, എംപവേർഡ് ഇൻകാർണേഷൻ. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കണം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഭഗവത്ഗീതയിൽ വളരെ ക്ലിയർ ആയിട്ട്. എല്ലാ വേദങ്ങളുടെയും സാരമാണിത്, എസൻസ് ആണ് അല്ലെ, സത്താണിത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കണം. ഒരാളെ നിന്ദിക്കാൻ പാടില്ല, ഒരു ഉറുമ്പിനെയും കൂടി നമ്മൾ നിന്ദിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ വേർഷിപ്പ് ചെയ്യേണ്ടത് ഭഗവാൻ കൃഷ്ണന് മാത്രം. അതാണ് ഭഗവാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചത് ആ ശ്ലോകം. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത്? അത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ്. മന്മന, എന്നെ എപ്പോഴും സ്മരിക്കുക. ഭവമത് ഭക്തോ, എന്റെ ഭക്തനാവുക. മധ്യാജി, എന്നെ വേർഷിപ്പ് ചെയ്യുക, എന്നെ ഭജിക്കുക. നമസ്കുരു, മാം നമസ്കുരു, എന്നെ പ്രണമിക്കുക. ഈ 4 ഇൻസ്ട്രക്ഷനാണ് 9.34 18.65 ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ, ഈ നിർദ്ദേശം നമ്മൾ ഉൾക്കൊണ്ട് ഇത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രശ്നമില്ല. ഈ ലൈഫിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത്ധാം പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ വളരെ ലൈറ്റ്ലി എടുക്കുകയാണ്, ഇതൊന്നും കാര്യമില്ല. നമ്മളുടെ മനസ്സ് എന്താണ് പറയുന്നത് അത് പ്രകാരം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എത്രയോ ജന്മങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. ആ വ്യത്യാസമുള്ളൂ. പ്രശ്നം ഒന്നുമില്ല. നമുക്ക് വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഉൾക്കൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിലെ ആ 18.66 ആണോ എന്താണ്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറഞ്ഞു. അവിടെയും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മാം ഏകം, എന്നെ മാത്രം. വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണത്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷിഷ്യാമി മാ ശുചഃ. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം നമ്മുടെ തലയുടെ മീതെ കൂടെ പോകാനല്ല. ഇത് നമ്മൾ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടാനല്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഇൻവൈബ് ചെയ്യണം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സ്ലോലി ആൻഡ് ഗ്രാജുവലി. എന്നാൽ മാത്രമേ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കുന്നത് ആ വഴി നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും കൂടി തരുന്നുണ്ട് അല്ലേ. അതാണ് ഈ 2 ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ് 34 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഹരേ കൃഷ്ണ.
वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंदे।